Hello, dear aspirants. Welcome to the another session of Ananda IAS Academy, PYQ Spotlight. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ചെയ്തതുപോലെ തന്നെ നമ്മൾ ഒരു 5 PYQs പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ഈ സെഷനിലും ചെയ്യുന്നത്. 5 PYQs നമ്മൾ എടുക്കും. ആ 5 ചോദ്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. സോ ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിയിലെ 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. സോ നമുക്ക് ഡയറക്ട്ലി ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. First question is related to like lapsing of the bill when it is dissolution സംഭവിക്കുമ്പോൾ, അതായത് പാർലമെന്റ് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ ബില്ലുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പർട്ടിക്കുലർലി ചോദിക്കുന്ന ചോദ്യമാണ്. 2024 UPSC-യിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആയിട്ട് വന്നൊരു ചോദ്യമാണ്. സോ വിത്ത് റെഫറൻസ് ടു ദ ഇന്ത്യൻ പാർലമെന്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, a bill pending in the Lok Sabha lapses on its dissolution. A bill passed by the Lok Sabha and pending in the Rajya Sabha lapses on the dissolution of the Lok Sabha. Third statement പറയുന്നത്, a bill in regard to which the President of India notified his or her intention to summon the House to a joint sitting lapses on the dissolution of the Lok Sabha. So ലോകസഭ ഡിസോൾവ് ആവുകയാണ്. അപ്പോ ലോകസഭയിൽ പെൻഡിങ് ആയിട്ടുള്ള ഒരു ബില്ല്, അതായത് നിയമം പാസ്സാകുന്നതിന് മുൻപേ ലോകസഭയിൽ ബില്ലായിട്ട് അവതരിപ്പിച്ച് അത് അവിടെ പെൻഡിങ് ആവുകയാണ്. ആ ബില്ലിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചത്. എന്ത് സംഭവിക്കും? അപ്പോ ഇത് നമ്മൾ ടോപ്പിക് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ലോകസഭ കണി കണ്ട എല്ലാ ബില്ലുകളും ലാപ്സ് ആയി പോകും. മനസ്സിലായോ? ലോകസഭ ഒരു ബില്ല് കണ്ടിട്ടുണ്ടെങ്കിൽ ലോകസഭയുടെ മുന്നിലേക്ക് ഒരു ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ ആ ബില്ല് ലാപ്സ് ആയി പോകും. പക്ഷേ ആ ലാപ്സിന് നമുക്ക് രക്ഷിച്ചെടുക്കാം. എപ്പോഴാണ്? പ്രസിഡന്റിന്റെ മുൻപിൽ ആ ബില്ല് ഏതെങ്കിലും രീതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ. മനസ്സിലായോ? ലോകസഭ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ലാപ്സ് ആയി പോകും. പക്ഷെ പ്രസിഡന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ലാപ്സ് ആവാണ്ട് നിൽക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? എ ബിൽ പെൻഡിങ് ഇൻ ദ ലോകസഭ ലാപ്സസ്. അപ്പോൾ ലോകസഭ കണ്ട ബില്ലാണ്, ലോകസഭയിലേക്ക് വന്ന ബില്ല് ലാപ്സ് ആയി പോകും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? A bill passed in the Lok Sabha and pending in the Rajya Sabha lapses on the dissolution. ലാപ്സ് ആയി പോകും. കാരണം ലോകസഭ കണ്ട ബില്ലാണ്. ലോകസഭ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ലാപ്സ് ആയി പോകും. മനസ്സിലായത്? രാജ്യസഭ കണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. ലോകസഭ കണ്ടിട്ടുണ്ടോ അത് ലാപ്സ് ആയി. എ ബിൽ ഇൻ റിഗാർഡ് ടു വിച്ച്, തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, എ ബിൽ ഇൻ റിഗാർഡ് ടു വിച്ച് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫൈഡ് ഹിസ് ഓർ ഹെർ ഇന്റൻഷൻ ടു സമൺ ദ ഹൗസസ് ടു എ ജോയിന്റ് സിറ്റിംഗ് ലാപ്സ് ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് ദ ലോക്സഭ. അപ്പൊ നേരത്തെ പറഞ്ഞതിന് കോൺട്രഡിക്ടറി ആയിട്ടാണ് ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതായത് പ്രസിഡന്റ് കണ്ടു ആ ബില്ല് പാസ്സായി, ഇരു സഭകളും പാസ്സായതിനു ശേഷം പ്രസിഡന്റിന് അയച്ചു, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു ജോയിന്റ് സിറ്റിംഗ് വിളിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ലോകസഭ ഡിസോൾവ് ആയി പോകുന്നത്, അല്ലെങ്കിൽ ലോകസഭയെ പിരിച്ചുവിടുന്നത്. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ആ ബില്ല് ലാപ്സ് ആയി പോകില്ല. മനസ്സിലായോ? ആ ബില്ല് പാസ്സായി പോവാതെ, ലാപ്സ് ആയി പോവാതെ മറ്റൊരു ലോകസഭ വരുമ്പോ, അല്ലെങ്കിൽ മറ്റൊരു ലോകസഭ വരുമ്പോ തിരിച്ചു വേണമെങ്കിൽ ഈ ബില്ല് റീഇൻട്രൊഡ്യൂസ് ചെയ്യാം. മനസ്സിലാവും? അപ്പോ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. ഇത് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സ്റ്റാറ്റിക് ആയിട്ട് ചോദ്യങ്ങളാണ്. ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ചോദ്യം, ഇതേ എക്സാക്ട് ചിലപ്പോൾ ഈ ചോദ്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. സോ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോളജിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരാളും തെറ്റിക്കരുത്. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം നിങ്ങളുടെ പാർലമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്ട്രോങ് അല്ല എന്നുള്ളതാണ്. പാർലമെന്റിലെ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഒന്നും വേണ്ട ആൻസർ ചെയ്യാനായിട്ട്. ലൈക്ക് സ്റ്റാറ്റിക് നോളജ് പാർലമെന്റിൽ നിങ്ങൾ വീക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. സോ ആ ഒരു ഏരിയ വർക്ക് ഓൺ ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായോ? സോ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് റിലേറ്റഡ് ടു ടാക്സ് ഡെവല്യൂഷൻ. ടാക്സ് ഡെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഫിനാൻസ് കമ്മീഷൻ ആണ്, ആർട്ടിക്കിൾ 280. മനസ്സിലായോ? സോ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. Consider the following. First one, the demographic performance. Second is forest and ecology, governance reforms, stable government, tax and fiscal effort. For the horizontal tax devolution, the 15th Finance Commission used how many of the above as a criteria other than population, area and income distance? So നമ്മൾ പ്രധാനമായിട്ടും ഇത് പഠിക്കുമ്പോൾ, അതായത് ടാക്സ് ഡിവോൾവ് ചെയ്യുന്നതിന് ചില ക്രൈറ്റീരിയാസ് ഓരോ ഫിനാൻസ് കമ്മീഷനുകളും വെച്ചിട്ടുണ്ട്. മനസ്സിലായോ?
അത് പോപ്പുലേഷന്റെ ബേസിസിലായിരിക്കും ചിലപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത്. പോപ്പുലേഷന്റെ ബേസിസിലാണ് മിക്കപ്പോഴും ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ പോപ്പുലേഷൻ മാത്രമല്ല കൺസേൺ ക്രൈറ്റീരിയകളായിട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഒരു സ്റ്റേറ്റിന്റെ പെർഫോമൻസിനനുസരിച്ച് അവർക്ക് കൊടുക്കേണ്ട ടാക്സുകളുടെ എണ്ണം കൂട്ടും. അതായത് ടാക്സിന്റെ പെർസെന്റേജ് ചിലപ്പോൾ കൂട്ടും. മനസ്സിലായി? എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എക്കോണമി പാർട്ടിൽ നിന്നും ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പൊളിറ്റിയുടെ പാർട്ടിൽ നിന്നും ആൻസർ ചെയ്യാം. രണ്ട് പാർട്ടിലും ഇത് എഫക്റ്റീവ്ലി, അതായത് ഫുള്ളി പ്രിപ്പയർ ചെയ്തിരുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോളജിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരുമാതിരി ക്വസ്റ്റിന്റെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. പോപ്പുലേഷൻ, ഏരിയ ആൻഡ് ഇൻകം ഡിസ്റ്റൻസ്. ഇത് കൂടാണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? ഡെമോഗ്രഫിക് പെർഫോമൻസിന്റെ ബേസിസിൽ ടാക്സ് ഡിവോൾവ് ചെയ്യാനായിട്ട് 15th ഫിനാൻസ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെട്ടിയൊക്കെ വരച്ച് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അത് ഓർമ്മ വരുന്നവർ ഇത് സ്പീഡിൽ ആൻസർ ചെയ്തു പോകും. ഒരു 2 മിനിറ്റ്സിനുള്ളിൽ ആൻസർ ചെയ്തു പോകാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ ഡെമോഗ്രഫിക് പെർഫോമൻസ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം ഫോറസ്റ്റ് ആൻഡ് എക്കോളജി അതും വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. അത് 15th ഫിനാൻസ് കമ്മീഷനിൽ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയാണ് ഫോറസ്റ്റ് ആൻഡ് എക്കോളജി. അതായത് ഫോറസ്റ്റിന്റെ റേഞ്ച് നിങ്ങൾ ഇപ്പൊ കൂടിയിട്ടുണ്ട്. അതായത് ഒരു എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് നിങ്ങളുടെ സംസ്ഥാനം കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ടാക്സ് ഡെവല്യൂഷനിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് പ്രവർത്തിക്കും. മനസ്സിലായോ? പിന്നീട് ഗവർണൻസ് ആൻഡ് റിഫോംസ് ആണ്. എനിക്ക് സംശയം വന്നു, ഗവർണൻസ് ആൻഡ് റിഫോംസ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഞാനത് അവിടെ വെച്ചു. 4ാമത്തെ ഓപ്ഷനിലേക്ക് നോക്കും. സ്റ്റേബിൾ ഗവൺമെന്റ് ആണ്. സ്റ്റേബിൾ ഗവൺമെന്റും അങ്ങനെ ഒരു സാധനം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ എനിക്ക് ടെൻഷനായി. ഞാൻ പഠിക്കാതെ എന്തെങ്കിലും കാര്യം കൂടി ഇതിലേക്ക് ആഡ് ആയി വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ കൂടി വന്നു. സോ 5ാമത്തത് ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്ട്. മനസ്സിലായോ? ടാക്സ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള എഫേർട്സ്, അതായത് നമ്മളെ ലോണുകൾ കുറയ്ക്കുക, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 5ാമത്തെ പോയിന്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. സോ 1, 2, 5 എന്ന് പറയുന്ന പോയിന്റുകൾ നമുക്ക് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് നോളജിൽ നിന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടാണ്. ഇനിയുള്ളത് ലൈക്ക് ഗവർണർ റിഫോംസ് ആൻഡ് സ്റ്റേബിൾ ഗവൺമെന്റ് ആണ്. ഇപ്പൊ 4ാമത്തെ ഓപ്ഷൻ നോക്കി, അതായത് സ്റ്റേബിൾ ഗവൺമെന്റ് നോക്കി. അതായത് ഫിനാൻസ് കമ്മീഷൻ പറയാണ് നിങ്ങളുടെ ഗവൺമെന്റ് സ്റ്റേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പെർസെന്റേജ് ടാക്സ് തരാം. അങ്ങനെ ഏതെങ്കിലും ഫിനാൻസ് കമ്മീഷൻ പറയും? അതായത് നിങ്ങളുടെ ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് മാറാതെ ഇങ്ങനെ നിലനിന്ന് പോകുന്ന ഒരു ഗവൺമെന്റ് ആണ്. അതായത് 5 വർഷം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ടാക്സ് തരുള്ളൂ, അല്ലെങ്കിൽ ടാക്സ് ഡിവോഷന്റെ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പൈസ കൂടുതൽ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റുകൾ പ്രശ്നം ഉണ്ടാക്കൂലേ? സ്റ്റേറ്റുകൾ ഇടിയിടാൻ തുടങ്ങും. അതായത് ഫിനാൻസ് കമ്മീഷൻ ആരാണിത് പറയാനും പറഞ്ഞ് കോടതിയിലേക്ക് പോകും. പ്രത്യേകിച്ച് സദേൺ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ മമതാ ബാനർജിയൊക്കെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ളൊരു സമയങ്ങളിൽ നമ്മുടെ സ്റ്റേറ്റുകൾ കൃത്യമായിട്ട് ഇതിനെതിരെ കോടതിയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമുക്ക് എന്തായാലും അവിടെ പറയാൻ പറ്റത്തില്ല ഫിനാൻസ് കമ്മീഷന്. സോ 4th സ്റ്റേറ്റ്മെന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. മനസ്സിലായോ? സോ ഇത് വൺ ഓൺലി ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് മറ്റൊരു ഗവർണൻസ് ആൻഡ് റിഫോംസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി അനലൈസ് ചെയ്യണം. നമ്മൾ ഒരു എക്സാമിന് ടെൻഷനിൽ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ ഗവർണൻസ് ആൻഡ് റിഫോംസ് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് വരും. മനസ്സിലായോ? കാരണം നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ പഠിച്ചിട്ടാണ് എക്സാമിന് പോകുന്നത്. ഇത് പർട്ടിക്കുലർലി ഞാൻ കേൾക്കാതെ പോയതാണോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇത് മറഞ്ഞിരിക്കുന്നുണ്ടോ, ലൈക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് അല്ലെ. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത് റിവിഷൻ ആണ്. മനസ്സിലായോ? സോ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ടാക്സ് ഡെവല്യൂഷൻ ഫിനാൻസ് കമ്മീഷന്റെ കാര്യങ്ങളിലാണെങ്കിൽ ഡെമോഗ്രഫിക് പെർഫോമൻസ്, ഫോറസ്റ്റ് ആൻഡ് എക്കോളജി, ദെൻ ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്ട്, ജനറൽ ആയിട്ടുള്ള പോപ്പുലേഷൻ, ഏരിയ, ഇൻകം ഡിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ടാക്സ് ഡെവല്യൂഷൻ തീരുമാനം എടുക്കാനായിട്ടുള്ള ക്രൈറ്റീരിയകൾ. അതിൽ ഗവർണൻസ് റിഫോംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡൗട്ട് വരാനായിട്ടുള്ള ഒരു ഫാക്ടർ. സ്റ്റേബിൾ ഗവൺമെന്റ് നമ്മൾ സ്പീഡിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ അവിടെ ആപ്ലിക്കേഷൻ ലെവൽ വെച്ചിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇന്റർമീഡിയറ്റ് ടു ഹയർ UPSC ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഡൗട്ട് വരാനായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഗവർണൻസ് റിഫോം ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ എക്സാമിന് പോകുന്നതിന് മുൻപ് ഈ പാർട്ടുകളൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു 3rd റിവിഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇതിന്റെ മേലെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. എന്നാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഈ ഗവർണൻസ് റിഫോംസ്. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലി 3 എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക്, ഓപ്ഷൻ ഡിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു ഷെഡ്യൂൾഡ് ഏരിയാസ്. ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പ്രസിഡന്റ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? പ്രസിഡന്റിന് കുറച്ചും കൂടി അധികാരങ്ങൾ കൊടുക്കുന്ന ഏരിയകളാണ്
ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഒരു റിവിഷൻ പാർട്ടിൽ എന്റെ ഒരു മെമ്മറിയിലേക്ക് ആദ്യം വരുന്ന ഒരു കാര്യം ഇതാണ്. ഞാൻ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിക് പാർട്ടിൽ എനിക്ക് ആദ്യം വരുന്ന മെമ്മറി ഇതാണ്. സോ നമ്മൾ തേർഡ് ക്വസ്റ്റിനിലേക്ക് പോയിരിക്കുന്നത് വിത്ത് റെഫറൻസ് ടു ഷെഡ്യൂൾഡ് ഏരിയ ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Within a state, the notification of an area as a scheduled area take place through an order of the president. നമ്മൾ പഠിച്ച കാര്യം തന്നെ ആദ്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു. മനസ്സിലായോ? ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് പഠിക്കുന്ന കാര്യം തന്നെ അവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഓർഡർ ഓഫ് ദി പ്രസിഡന്റ്. പ്രസിഡന്റ് ആണോ ഗവർണർ ആണോ എന്നൊക്കെ റിവൈസ് ചെയ്യാത്തവർക്ക് ഡൗട്ട് വരും. അങ്ങനെ ഡൗട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. പ്രസിഡന്റ് ആണ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. ഗവൺമെന്റ് അത് ചിലപ്പോൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ പ്രസിഡന്റ് ആണ് തീരുമാനിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ദ ലാർജസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഫോമിംഗ് ദ ഷെഡ്യൂൾഡ് ഏരിയ ഈസ് എ ഡിസ്ട്രിക്ട് ആൻഡ് ദ ലോവസ്റ്റ് ഈസ് ദ ക്ലസ്റ്റർ ഓഫ് വില്ലേജസ് ഇൻ ദ ബ്ലോക്ക്. ആണോ? സോ അതെ, കാരണം ലാർജസ്റ്റ് നമുക്ക് എന്തായാലും ഓർക്കും ഒരു ഡിസ്ട്രിക്ട് ആണ്. അതായത് ഒരു ഡിസ്ട്രിക്റ്റിനേക്കാളും കൂടുതൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം അല്ല. പക്ഷെ ഒരു ലാർജസ്റ്റ് ഏരിയ ഓഫ് എ ഷെഡ്യൂൾഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിക്റ്റിന്റെ വലിപ്പമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അതായത് ഡിസ്ട്രിക്റ്റിന്റെ ഫീച്ചർ അതിനേക്കാളും വലിയൊരു ഷെഡ്യൂൾഡ് ഏരിയ പ്രഖ്യാപിക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ഡിസ്ട്രിക്റ്റുകളായി. കാരണം അവർക്ക് കൂടുതൽ കെയർ കൊടുക്കേണ്ടതാണ്. ഒരു സംസ്ഥാനത്തിന്റെ അത്രയും നീളമുള്ള ഒരു ഷെഡ്യൂൾഡ് ഏരിയ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിന് ചില പ്രശ്നങ്ങൾ പറ്റും. മനസ്സിലായോ? കൂടുതൽ കറപ്ഷൻസ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏറ്റവും സാധാരണക്കാരിലേക്ക് നമ്മൾ കൊടുക്കുന്ന അമ്യൂണിറ്റീസ് എത്താതെ വരാതെ ഇരിക്കാനുള്ള പല സാധ്യതകളും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഷെഡ്യൂൾഡ് ഏരിയ ഒരു ഡിസ്ട്രിക്റ്റിന്റെ വലിപ്പത്തിലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. അതായത് ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഫീച്ചറിനേക്കാളും വലുതാവാൻ പാടില്ല ഷെഡ്യൂൾഡ് ഏരിയ എന്ന് പറയുന്നത്. എന്നാൽ ക്ലസ്റ്റർ ലോവസ്റ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആണോ? എന്ത് തോന്നുന്നു? വില്ലേജ് പഞ്ചായത്തുകളാകാമോ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആയിരിക്കും? ഡെഫിനറ്റ്ലി അത് ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആയിരിക്കും. എസ്പെഷ്യലി താലൂക്കുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു സെപ്പറേറ്റ് വില്ലേജ് ഒരു ഇതാകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലോവസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്ന് സ്പെസിഫിക്കലി പറയുന്നത് ഷെഡ്യൂൾഡ് ഏരിയയിൽ സ്പെസിഫിക്കലി എടുത്ത് പറയുന്നത് അതൊരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആയ ബ്ലോക്സ് ആണ്. എസ്പെഷ്യലി ടു താലൂക്കുകളാണ്. മനസ്സിലായോ? സോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ലോവസ്റ്റ് ഇസ് ക്ലസ്റ്റർ ഇത് വില്ലേജ് ബ്ലോക്ക്. അപ്പോൾ അത് ശരിയാണെന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണെന്ന് എടുക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് നമ്മൾ വരികയാണ്. ചീഫ് മിനിസ്റ്റർ ഓഫ് ദ കൺസേൺഡ് സ്റ്റേറ്റ് ആർ റിക്വയർഡ് ടു സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട് ടു ദ യൂണിയൻ ഹോം മിനിസ്ട്രി ഓൺ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ്. പിന്നെ ചീഫ് മിനിസ്റ്ററിന് അതാണോ ജോലി? ചീഫ് മിനിസ്റ്ററുടെ ജോലി എന്താണ്? റിപ്പോർട്ടുകൾ യൂണിയൻ മിനിസ്റ്റർക്ക് സബ്മിറ്റ് ചെയ്യലാണോ ജോലി? അല്ല, അത് ഗവർണറുടെ ഉത്തരവാദിത്തമാണ്. ഗവർണറാണ് സെന്ററിന്റെ പ്രതിനിധിയായിട്ട് സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നത്. പ്രസിഡന്റ് ഒരു ഷെഡ്യൂൾഡ് ഏരിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവർണറിന്റെ ഡ്യൂട്ടിയാണ് അവരുടെ ആനുവൽ റിപ്പോർട്ട്സ് യൂണിയനിലേക്ക് സമർപ്പിക്കുക, പെർട്ടിക്കുലർലി ടു പ്രസിഡന്റിന് സമർപ്പിക്കുക. പ്രസിഡന്റ് ഈ റിപ്പോർട്ടുകൾ പാർലമെന്റിൽ വെക്കും. മനസ്സിലായോ? അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്. സോ ചീഫ് മിനിസ്റ്ററിന്റെ ജോലിയല്ല അതിന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സി നമുക്ക് കട്ട് ചെയ്യാം. സോ ഓപ്ഷൻ ബിയിലേക്ക് നമ്മൾ പോകും. ഓൺലി 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സോ ഇതെല്ലാം സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. നമ്മൾ ഇപ്പോൾ ഷെഡ്യൂൾഡ് ഏരിയയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ വിട്ടുകളയാതിരിക്കുക. നമുക്ക് 2 മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ വിട്ടുകളയാതിരിക്കുക. സോ നെക്സ്റ്റ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫിനാൻസ് ബിൽ ആൻഡ് മണി ബിൽ എന്ന് പറയുന്ന ബേസ് ചെയ്തിട്ട് അതിനെ റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് വരുന്നത്. സോ വിത്ത് റെഫറൻസ് ടു ദ ഫിനാൻസ് ബിൽ ആൻഡ് മണി ബിൽ in the Indian Parliament, consider the following statements. First statement: when the Lok Sabha transmit finance bill to the Rajya Sabha, it can amend or reject the bill. So, second statement: when the Lok Sabha transmit the money bill to the Rajya Sabha, it cannot amend or reject the bill. It can only make recommendations. The third statement: in case of disagreement between the Lok Sabha and the Rajya Sabha, there is no joint sitting for money bill, but a joint sitting becomes necessary for a financial bill. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ബില്ലും മണി ബില്ലിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് ഒരു ബില്ല് 2 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
ഒരു ബില്ലിനെ ഓർഡിനറി ബിൽ എന്നും മറ്റതിനെ ഫിനാൻഷ്യൽ ബിൽ എന്ന് പറയും. മനസ്സിലായി? ഓർഡിനറി ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി ഒരു നിയമസഭ അല്ലെങ്കിൽ പാർലമെന്റ് സാമാജികൻ നിയമമാകാൻ വേണ്ടിയിട്ട് പാർലമെന്റിന് മുന്നിലേക്ക് വെക്കുന്ന നിയമത്തെയാണ് ബില്ലുകൾ എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? ഒരു ബില്ല് ഏത് മെമ്പറിന് വേണമെങ്കിലും, അതായത് ഒരു ഗവൺമെന്റ് മെമ്പറിന് വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മെമ്പറിന് വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പ്രൈവറ്റ് മെമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ പ്രൈവറ്റ് മെമ്പർ ബിൽ എന്നറിയപ്പെടും. മനസ്സിലാവും? ഈ നിയമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഇത് വോട്ടിനിടും. ഈ വോട്ടിനിട്ട് കഴിഞ്ഞിട്ട് ഇത് പാസ്സായാൽ മാത്രമാണ്, പാസ്സായി പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമാണ് ഇത് നിയമമായിട്ട് പുറത്തിറങ്ങുക. ഇങ്ങനെയാണ് ബില്ലുകൾ നിയമമാകാനായിട്ടുള്ള പാർലമെന്റിലെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ചില ബില്ലുകൾ ഓർഡിനറി ബില്ലായിട്ടും ചില ബില്ലുകളെ ഫിനാൻഷ്യൽ ബില്ലായിട്ടും പറയും. ഫിനാൻഷ്യൽ ബില്ലിനെ 3 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മണി ബില്ലുകൾ. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡർ. ഫിനാൻഷ്യൽ ബിൽ ഓഫ് സെക്കൻഡ് ഓർഡർ ആണ് മൂന്നാമത്തേത്. അങ്ങനെ 3ആയിട്ട് ഫിനാൻഷ്യൽ ബില്ലുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസിന്റെ ബേസിസിലാണ് എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ മണി ബില്ലിന്റെ കാര്യത്തിൽ പെർട്ടിക്കുലർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബഡ്ജറ്റ്, ഫിനാൻസ് ബില്ലൊക്കെ ആയിട്ട് അവതരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം മണി ബില്ലായിട്ടാണ് വരുന്നത്. സോ ആർട്ടിക്കിൾ 110, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 110 പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ടാക്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിന് ബോറോ ചെയ്യാനായിട്ട്, ബോറോയിങ് പവേഴ്സ് റിലേറ്റഡ് ആയിട്ട്, അങ്ങനെയുള്ള ഒരു 8ഓളം കാര്യങ്ങൾ ആർട്ടിക്കിൾ 10 പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെ സംബന്ധിക്കുന്ന ബില്ലുകളെയാണ് മണി ബില്ലുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ഈ കാര്യങ്ങളിൽ പറയുന്ന മാത്രം കാര്യങ്ങളെയാണ് മണി ബില്ലുകളായിട്ട് പറയുന്നത്. സോ മാറിപ്പോകരുത്, 2 ബില്ലുകളുണ്ട്, ഓർഡിനറി ബില്ല്, ഫിനാൻഷ്യൽ ബില്ല്. ഫിനാൻഷ്യൽ ബില്ലിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. മണി ബില്ലുകൾ, ഫിനാൻഷ്യൽ ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡർ, ഫിനാൻഷ്യൽ ബിൽ ഓഫ് സെക്കൻഡ് ഓർഡർ. മണി ബില്ലുകൾ സാധാരണയായിട്ട് പ്രസിഡന്റിന്റെ അപ്രൂവൽ കിട്ടിയതിനു ശേഷം മാത്രമേ പാർലമെന്റിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. പാർലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി ലോകസഭയിൽ മാത്രമേ ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ലോകസഭ അത് പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യസഭയിലേക്ക് അയക്കും. രാജ്യസഭ അത് എന്ത് ചെയ്യും? ഒരു നോർമൽ ബില്ലാണെങ്കിൽ രാജ്യസഭ എന്ത് ചെയ്യും? അത് ചർച്ച ചെയ്യും. അതിലെന്തെങ്കിലും അമെന്റ്മെന്റ് വേണമെങ്കിൽ അമെന്റ്മെന്റ് കൊടുക്കും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. ഒന്നില്ലെങ്കിൽ നിയമം പാസ്സാക്കും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. പക്ഷേ മണി ബില്ലിന്റെ കാര്യത്തിൽ ലോകസഭയ്ക്ക് അത് അമെന്റ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യാം. പക്ഷെ ഒരിക്കലും ലോകസഭയ്ക്ക് അത് റിജക്ട് ചെയ്യാനായിട്ട് പാടില്ല. മനസ്സിലായോ? ഇമ്പോർട്ടന്റ് ആണ്. മണി ബില്ലിന്റെ കേസിൽ ലോകസഭ അത് റിജക്ട് ചെയ്യില്ല, പകരം അമെന്റ് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ലോകസഭയ്ക്ക് കൊടുക്കും. ഇത് കൊടുക്കുന്നത് 14 ദിവസത്തിനുള്ളിലായിരിക്കണം. 14 ദിവസത്തിനുള്ളിൽ മണി ബില്ലിന് മേലെ ഒരു ഉത്തരം രാജ്യസഭ കൊടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ മണി ബില്ല് രാജ്യസഭ പാസ്സാക്കിയതായിട്ട് ലോകസഭ കണക്കാക്കും. എന്നിട്ട് ഇത് പ്രസിഡന്റിന് അയക്കും. പ്രസിഡന്റ് ഇത് ഒപ്പുവെച്ചിരിക്കും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് പോകുന്നത്. പിന്നീട് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ബില്ലുകൾ ഗവൺമെന്റ് മെമ്പറുകൾ, അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. മനസ്സിലായോ? മിനിസ്റ്ററുകളായിരിക്കാം, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒരു മിനിസ്റ്റർ ആയിരിക്കും. ഒരു ഫിനാൻസ് ബില്ല് അല്ലെങ്കിൽ ഒരു മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്നുള്ള മിനിസ്റ്റർ ആയിരിക്കാം. അത് മാത്രമല്ല ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കണം, അതായത് മിനിസ്റ്റേഴ്സ് ആയിരിക്കണം ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലായിട്ട് ഒരിക്കലും മണി ബില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഇതാണ് മണി ബില്ലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഫിനാൻഷ്യൽ ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് കുറയുകയാണ്. ഫിനാൻഷ്യൽ ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡറിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷനോട് കൂടിയായിരിക്കണം ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലോകസഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അമെന്റ്മെന്റിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി വിട്ടുവീഴ്ച ഫിനാൻഷ്യൽ ബിൽ ഓഫ് സെക്കൻഡ് ഓർഡറിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അമെന്റ് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷനുകളും റിജക്ട് ചെയ്യാനായിട്ടുള്ള അധികാരങ്ങളും ഫിനാൻഷ്യൽ ബിൽ ഓഫ് സെക്കൻഡ് ഓർഡറിന്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഡിഫറൻസ്. പിന്നെ ഫിനാൻഷ്യൽ ബിൽ ഓഫ് തേർഡ് ഓർഡറിലേക്ക് വരുമ്പോൾ ഈ റെക്കമെൻഡേഷനുകൾ വളരെ ചുരുങ്ങും. അതായത് ഒരു ഓർഡിനറി ബില്ല് എന്നുള്ള ഒരു രീതിയിലേക്ക് മാത്രമേ അത് ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. ഇതാണ് ഒരു ബില്ലിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഇതിനെ ഞാനൊന്ന് ഏറ്റവും ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും എന്ന് നോക്കാം. സോ ക്വസ്റ്റ്യൻ വായിക്കാം. വെൻ ദ ലോക്സഭ ട്രാൻസ്മിറ്റ്
ഫിനാൻസ് ബിൽ ടു ദ രാജ്യസഭ, ഇറ്റ് ക്യാൻ അമെൻഡ് ഓർ റിജക്ട് ദ ബിൽ. ഫിനാൻസ് ബിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ മണി ബിൽ അല്ല, ഫിനാൻഷ്യൽ ബിൽ. ഫിനാൻസ് ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡർ ആൻഡ് ഫിനാൻസ് ബിൽ ഓഫ് സെക്കൻഡ് ഓർഡർ, അത് രണ്ടും അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഏത് ബില്ല് മാത്രമാണ് അമെൻഡ് ചെയ്യാൻ പറ്റാത്തത്? അമെൻഡ് അല്ല, റിജക്ട് ചെയ്യാൻ പറ്റാത്തത്. ഏത് ബില്ല് മാത്രമാണ് രാജ്യസഭയ്ക്ക് റിജക്ട് ചെയ്യാൻ പറ്റാത്തത്? മണി ബില്ല് മാത്രമാണ്. മനസ്സിലായോ? മണി ബില്ലിന്റെ കേസ് വരുമ്പോൾ റിജക്ഷൻ പറ്റില്ല. അമെന്റിനുള്ള റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അത് എത്ര ദിവസത്തിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം? മണി ബില്ലിന്റെ കാര്യത്തിൽ 14 ദിവസത്തിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയാണ്. ഫിനാൻസ് ബില്ലിന്റെ കാര്യത്തിൽ അമെന്റ്മെന്റും നടക്കും, റിജക്ഷനും നടക്കും. മനസ്സിലായോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ, വെൻ ദ ലോക്സഭ ട്രാൻസ്മിറ്റ് മണി ബിൽ ടു ദ രാജ്യസഭ, ഇറ്റ് കനോട്ട് അമെൻഡ് ഓർ റിജക്ട് ദ ബിൽ, ഇറ്റ് ക്യാൻ ഓൺലി മേക്ക് റെക്കമെൻഡേഷൻസ്. മനസ്സിലായോ? ഇപ്പൊ മണി ബില്ലിന്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് എന്തൊക്കെ ചെയ്യാം? അമെൻഡ് ചെയ്യാം. അമെൻഡ് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കാം. പക്ഷേ റിജക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അമെൻഡ് ഓർ റിജക്ട് ദ ബിൽ. തെറ്റല്ലേ? രാജ്യസഭയ്ക്ക് റിജക്ട് ചെയ്യാൻ പറ്റില്ല, റെക്കമെൻഡേഷൻസ് കൊടുക്കാം. ഇറ്റ് ക്യാൻ ഓൺലി മേക്ക് റെക്കമെൻഡേഷൻസ്. മനസ്സിലായി? ഇല്ല, ശരിയാണ്. ഇറ്റ് കനോട്ട് അമെൻഡ് ഓർ റിജക്ട് ദ ബിൽ, ഇറ്റ് ക്യാൻ ഓൺലി മേക്ക് റെക്കമെൻഡേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായിച്ചതിലുള്ള മിസ്റ്റേക്ക് ആണ്. പറഞ്ഞു വരുന്നത് ശരിയാണ്. അതായത് റിജക്ട് ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷെ അമെൻഡ് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷനുകൾ കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് ദ ഡിസഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ലോക്സഭ ആൻഡ് ദ രാജ്യസഭ, there is no joint sitting for money bill, but a joint sitting becomes necessary for a financial bill. ഇവിടെ ക്വസ്റ്റ്യൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് in case of disagreement between the Lok Sabha and the Rajya Sabha, there is no joint sitting. അതായത് ഒരു മണി ബില്ലിന്റെ കാര്യത്തിൽ, ഒരു ഓർഡിനറി ബില്ലിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർഡിനറി ബില്ല് എടുത്തു കഴിഞ്ഞാൽ ഓർഡിനറി ബില്ല് നിയമമാകാനായിട്ട് രണ്ട് കൂട്ടർക്കും തടസ്സമുണ്ട്. അതായത് രാജ്യസഭ അത് റിജക്ട് ചെയ്യുകയാണ്, ലോകസഭ പാസാക്കിയ ഒരു ബില്ല് രാജ്യസഭ റിജക്ട് ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കും? പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ജോയിന്റ് സിറ്റിംഗ് വിളിക്കും. ആ ഒരു ജോയിന്റ് സിറ്റിംഗ് മണി ബില്ലിന്റെ കാര്യത്തിൽ ഇല്ല. മനസ്സിലായോ? മണി ബില്ല് സെപ്പറേറ്റ്ലി പാസ്സാക്കേണ്ടതാണ്. ഈ 14 ദിവസത്തിനുള്ളിൽ രാജ്യസഭ പാസ്സാക്കിയില്ലെങ്കിൽ ലോകസഭ പാസ്സാക്കിയതായി കണക്കാക്കും. മനസ്സിലായോ? പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ചെയ്യും. മനസ്സിലായി? ഇതാണ് മണി ബില്ലിന്റെ കാര്യത്തിൽ. പക്ഷേ ഫിനാൻഷ്യൽ ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡർ ആൻഡ് ഫിനാൻഷ്യൽ ബിൽ ഓഫ് സെക്കൻഡ് ഓർഡർ, ഇത് ലെസർ ഇമ്പോർട്ടന്റ് ആണ്. ലെസർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മണി ബില്ലുകളാണ്. സോ അതിന്റെ കാര്യത്തിൽ ഒരു ജോയിന്റ് സിറ്റിംഗ് പോസിബിൾ ആണ്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ മേക്കിംഗ്, അതായത് പല കൊല്ലങ്ങളിലും ഈ ഫിനാൻഷ്യൽ ബില്ലും മണി ബില്ലും റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ടാവും. സോ ലക്ഷ്മികാന്തിലെ ഒരു ചാർട്ട് തന്നെ, അതായത് ഒരു ബോക്സിൽ ഇതെങ്ങനെയാണ് ഓർഡിനറി ബില്ലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, എങ്ങനെയാണ് ഫിനാൻഷ്യൽ ബില്ലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മണി ബില്ലുമായിട്ട് ഓർഡിനറി ബില്ലിനെ കമ്പയർ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ബോക്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ ബോക്സിലേക്ക് നിങ്ങൾ ഒന്നും കൂടി കണ്ണോടിക്കുക. എന്തൊക്കെയാണ് ഡിഫറൻസ്, മണി ബില്ല് എന്താണ്, ഫിനാൻഷ്യൽ ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡർ എന്താണെന്നുള്ളൊരു ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? ഇപ്പോ മണി ബില്ലിന്റെ കാര്യത്തിൽ ലോകസഭയ്ക്കാണ് പവർ കൂടുതൽ. മനസ്സിലായോ? ആ കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. ലോകസഭയ്ക്കാണ് പവർ കൂടുതൽ, രാജ്യസഭയ്ക്ക് അവിടെ പവർ കുറവാണ് മണി ബില്ലിന്റെ കാര്യത്തിൽ. ആ പവർ ഫിനാൻഷ്യൽ ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡറിലേക്ക് വരുമ്പോഴും ഫിനാൻഷ്യൽ ബിൽ ഓഫ് സെക്കൻഡ് ഓർഡറിലേക്ക് വരുമ്പോഴും കുറഞ്ഞു വരും. മനസ്സിലായോ? രാജ്യസഭയും ലോകസഭയും ഈക്വൽ ആണെന്ന് പറയുമെങ്കിലും മണി ബില്ലിന്റെ കാര്യത്തിൽ പവർ കൂടുതലുള്ളത് ലോകസഭയ്ക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാഠഭാഗം ക്ലിയർ ആവും. മനസ്സിലായോ? ഈ ഒരു പോർഷൻ വിട്ടുകളയരുത്. ലൈക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, എങ്കിലും അതൊന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. മനസ്സിലായോ? പാടുള്ള ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് റിവാർഡിംഗ് ആയിട്ടുള്ള മാർക്കുകൾ നമുക്ക് കിട്ടുമെന്ന് ചിന്തിക്കുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു റോൾ ഓഫ് ദ സ്പീക്കർ. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, വിത്ത് റെഫറൻസ് ടു ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. While any resolution for the removal of the Speaker of the Lok Sabha is under consideration, he or she shall not preside. മനസ്സിലായോ? എന്താണ്? ഇപ്പോ ഒരു സ്പീക്കറിനെ പുറത്താക്കാനായിട്ടുള്ള ഒരു റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കർ അവിടെ സ്പീക്കർ സ്ഥാനത്തുള്ള കസേരയിൽ ഇരിക്കില്ല എന്നുള്ളതാണ്. ശരിയാണ്, സ്പീക്കർ ഇരിക്കില്ല. സ്പീക്കറിനെ എങ്ങനെയാണ് പുറത്താക്കുന്നത്? സ്പീക്കറിനെ പുറത്താക്കാനായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ലോകസഭയിൽ വന്നു കഴിഞ്ഞാൽ സ്പീക്കർ സാധാരണ ഒരു പ്രതിനിധിയായിട്ട് സാധാരണ ലോകസഭ അംഗങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് വന്നിരിക്കുകയും പുള്ളിക്ക് സംസാരിക്കുവാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്യും. എന്താണ് പുള്ളി പറയുന്നത് എന്ന് കേൾക്കണമല്ലോ. ഒരു റെസൊല്യൂഷൻ ആയിട്ട് പുള്ളിയുടെ റിമൂവൽ വന്നു കഴിഞ്ഞാൽ
അത് പുള്ളിക്ക് സംസാരിക്കാനായിട്ടുള്ള അധികാരം ഇടുകയും അത് വോട്ടിനിടുകയും ചെയ്യും. ആ വോട്ടിനിടുന്നത് സ്പീക്കറിന് വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. സ്പീക്കർ സാധാരണ എങ്ങനെയാണ് വോട്ട് ചെയ്യുക? സ്പീക്കറിന് കാസ്റ്റിംഗ് വോട്ടാണ്. അതായത് ഈക്വൽ വോട്ടുകൾ വന്നു കഴിഞ്ഞാൽ, അതായത് വേണമോ വേണ്ടയോ എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ, വേണം എന്നുള്ളതും 50 പേര് പറഞ്ഞു, വേണ്ട എന്ന് പറയുന്നത് 50 പേര് പറഞ്ഞു. ആ സമയത്ത് സ്പീക്കറിന് ഒരു വിവേചനാധികാരം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അധികാരം കൊടുക്കുകയാണ്, ഒരു കാസ്റ്റിംഗ് വോട്ട് എന്നുള്ള രീതിയിൽ. സോ അവിടെ സ്പീക്കറുടെ ഡിസിഷൻ ആയിരിക്കും ഫൈനൽ. അങ്ങനെ ഒരു വോട്ടല്ല, പകരം സ്പീക്കറിന്റെ റിമൂവിന്റെ സമയത്ത് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ, അതായത് ആദ്യം തന്നെ വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം സ്പീക്കറിന് കൊടുക്കുന്നുണ്ട്. ഇതാണ് സ്പീക്കറിന്റെ റിമൂവലിലെ ഒരു ജനറൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, റെസൊല്യൂഷന്റെ സമയത്ത് സ്പീക്കർ ഷാൽ നോട്ട് പ്രിസൈഡ് ഓൺ ദ ചെയർ. അപ്പോൾ അത് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ഹി ഓർ ഷീ ഷാൽ നോട്ട് ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക്. അപ്പോൾ രണ്ടാമത് തെറ്റാണ്. പുള്ളിക്കാരന് സംസാരിക്കാനായിട്ടുള്ള അധികാരമുണ്ട്. സാധാരണ പുള്ളിക്കാരൻ ചെയറിൽ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സംസാരിക്കാറില്ല. ബാക്കിയുള്ളവർ പറയുന്നത് നിയന്ത്രിക്കും. സഭയുടെ നിയന്ത്രിക്കുന്ന ആളാണ് സ്പീക്കർ എന്ന് പറയുന്നത്. സോ റിമൂവൽ വരുമ്പോൾ പുള്ളിക്ക് സ്പീക്ക് ചെയ്യാനായിട്ടുള്ള, അതായത് സംസാരിക്കാനുള്ള, സഭയിൽ സംസാരിക്കുവാനായിട്ടുള്ള അധികാരം കിട്ടുകയാണ്. മനസ്സിലായോ? മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഷാൽ നോട്ട് ബി എൻടൈറ്റിൽഡ് ടു വോട്ട് ഓൺ ദ റെസൊല്യൂഷൻ ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. മനസ്സിലായോ? അതും തെറ്റാണ്. ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം പുള്ളിക്ക് കൊടുക്കുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. മനസ്സിലായോ? അപ്പോൾ ഓൺലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ റോങ് ഉള്ളൂ, റൈറ്റ് ആയിട്ടുള്ളൂ. സോ ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ എ ഓൺലി. മനസ്സിലായോ? ഈ ചോദ്യങ്ങളെല്ലാം, ഈ 5 ചോദ്യങ്ങളും നമ്മളുടെ ബേസിക് കണ്ടന്റ്, അതായത് സ്റ്റാറ്റിക് കണ്ടന്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ക്വസ്റ്റനുകളാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനുദ്ദേശം നമ്മൾ സ്റ്റാറ്റിക് കണ്ടന്റുകൾ ഒന്ന് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാറ്റിക് കണ്ടന്റുകളിൽ മേലെയുള്ള നിങ്ങളുടെ നോളജ് ഒന്ന് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. സോ കൺസെപ്ച്വലി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റനുകൾ അധികമില്ല. മനസ്സിലായോ? ആ ഒരു ഫിനാൻഷ്യൽ ടാക്സ് ഡെവല്യൂഷന്റെ ഒരു ക്വസ്റ്റൻ ഒഴിച്ചു തീർത്തി കഴിഞ്ഞാൽ ബാക്കി 4 ചോദ്യങ്ങളും നമ്മളുടെ സ്റ്റാറ്റിക് GK പാർട്ടിൽ, അതായത് ലക്ഷ്മികാന്ത് നിങ്ങൾ അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യാവുന്ന 5 ചോദ്യങ്ങളാണ്. സോ 10 മാർക്ക്, 5 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 5 × 2 10 മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ സ്റ്റാറ്റിക് GK ഒന്ന് നോക്കുക. കൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾ വരുത്തുക. ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ അതെങ്ങനെ ആപ്ലിക്കബിൾ ആകുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ സ്ഥിരം എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നമ്മളുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റി നമ്മളുടെ എക്സാം ക്ലിയർ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്. എല്ലാവർക്കും താങ്ക് യു.